Hello, Namaskaram. Welcome back to my channel. I am Krishnapriya. My channel തുടങ്ങിയിട്ട് ഒരു 6-7 മാസമായി. അപ്പം ആദ്യത്തെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് മാത്രം ഇതുപോലൊരു ഇൻട്രോ ഞാൻ തന്നിരുന്നു, വളരെ ചമ്മലോടെ. അതിനുശേഷം എനിക്ക് തരാൻ പറ്റിയില്ല, കാരണം എനിക്കൊരു കുഞ്ഞു മോനുണ്ട്. ഞാൻ ട്രൈപോഡൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിന് അവൻ അതെടുത്തോണ്ട് പോകും. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ കുറച്ച് സമയം കിട്ടിയതുകൊണ്ടാണ് ചെറിയൊരു ഇൻട്രോ തരുന്നത്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ഇന്നത്തെ യൂട്യൂബ് ട്രെൻഡിങ് ആയ ഫ്രൂട്ട് ജെല്ലി കേക്ക്, അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ തന്നെ അവിടെ എവിടെ ഫ്രൂട്ട് ജെല്ലി കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ടേസ്റ്റ് എന്താണ്, ഇതൊക്കെ അറിയാൻ ഭയങ്കര ആകാംക്ഷ. അങ്ങനെ ഞാൻ കുറേ ചാനൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് വളരെ സിമ്പിൾ ഈസി ടെക്നിക്കാണെന്ന് മനസ്സിലായത്. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ 2 തരത്തിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലർ ജെലറ്റിൻ ഉപയോഗിച്ച്, അതായത് നമ്മൾ ജെല്ലിയൊക്കെ കഴിക്കില്ലേ, അത് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലർ നമ്മുടെ അഗർ അഗർ എന്ന് പറഞ്ഞ ഒരു പൊടി കിട്ടും, അത് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിത് രണ്ടും വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി 2 തരത്തിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മറക്കാതെ ഫുൾ വീഡിയോ കാണണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അരികിൽ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും ആവശ്യം ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട് കേക്ക് ആണല്ലോ ഇത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് അവൈലബിൾ ഉണ്ടോ, നിങ്ങളെക്കൊണ്ട് അടുത്ത മാർക്കറ്റിൽ നിന്ന് എന്തൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുമോ, കുറച്ച് കളർഫുള്ളായിരിക്കണം, അതിനനുസരിച്ച് വേണം ഫ്രൂട്ട്സ് എടുക്കാൻ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാമ്പഴം, സ്ട്രോബെറി, ഗ്രേപ്സ്, ആപ്പിൾ, കിവി, മാതള നാരങ്ങ, പിന്നെ ഒരു പഴവും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത്, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബേസിൽ സീഡ്സ്, അതായത് കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊട്ടും നിർബന്ധമല്ല കേട്ടോ, ഞാൻ വെറുതെ എൻ്റെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ കുതിർന്ന് വീർത്ത് വരും. അപ്പോൾ നമ്മൾ കേക്കിലിടുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ജെലറ്റിൻ പൗഡറാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്ലേവറൊന്നും ഇല്ലാത്ത നോർമൽ ജെലറ്റിൻ പൗഡറാണ്. അങ്ങനെ അല്ലെങ്കിൽ ജെലറ്റിന് പകരം നമുക്ക് ചൈന ഗ്രാസ് ഉപയോഗിക്കാം. ഇത് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് അഗർ അഗർ എന്നൊക്കെ പേരിൽ പല രീതിയിലും പൗഡറായിട്ടും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പം ഞാൻ 2 രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പം നമുക്ക് ആദ്യം ഈ ചൈന ഗ്രാസ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ നേരെ നമ്മൾ വെള്ളത്തിലിട്ട് കൊടുത്താലും അത് അലിഞ്ഞോളും, പക്ഷേ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൗഡർ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ചൈന ഗ്രാസ് ഞാൻ പൊടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ജെലറ്റിന് ഒരു 1.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് കുറച്ച് ഇളം ചൂട് വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യമേ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഒരു പാൻ എടുത്ത് നമുക്കതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ മറുവശത്ത് ഞാൻ ജെലറ്റിനും ഇട്ട് കൊടുക്കുന്നത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇനി ഈ ചൈന ഗ്രാസ് ആണെങ്കിലും അല്ലെങ്കിൽ ജെലറ്റിൻ ആണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് അലിയിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി പഞ്ചസാര നന്നായിട്ട് അലിയണം. അലിയുന്ന പോലെ നമുക്ക് മെല്ലെ ഇളക്കി കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ ശേഷം നമുക്ക് മെല്ലെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഓറഞ്ച് എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിളോ വേറെ എന്തെങ്കിലും എസൻസ് ചേർക്കാം. എസൻസ് ഒന്നും ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ അഗർ അഗറിൻ്റെ കേക്കാണ്. ചൂട് ചെറുതായിട്ടൊന്ന് ആറിയ ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഏകദേശം 2-3 ടേബിൾ സ്പൂൺ അഗർ അഗറിൻ്റെ വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഗ്രേപ്സ് എടുക്കുമ്പോൾ ഇതുപോലെ വലിയ ഗ്രേപ്സ് ആണെങ്കിൽ നിങ്ങൾ നടുവേ ഒന്ന് മുറിച്ചിട്ടിടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞങ്ങൾ മുഴുവനെ ഇട്ടതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള അഗർ അഗറിൻ്റെ വെള്ളം കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് മൊത്തം ഫില്ല് ചെയ്യുന്നില്ല, 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത്. മേളിൽ നിന്ന് നമുക്ക് വേറൊരു ലെയർ കൂടി ഇവിടെ ചേർക്കാനുണ്ട്.
അപ്പം ഞാൻ ഇനിയും ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിരുന്ന കസ്കസാണ്. അത് കുറച്ച് അഗറിൻ്റെ വെള്ളത്തിലോട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഫസ്റ്റ് കേക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ അത് അവിടെ നിന്ന് കുറച്ച് നേരം സെറ്റ് ആവട്ടെ. നമുക്കിപ്പോൾ അടുത്ത കേക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അടുത്ത കേക്ക് ജെലാറ്റിൻ ഉപയോഗിച്ചിട്ടുള്ള കേക്കാണ്. വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, ആദ്യത്തെ കേക്ക് പോലെ തന്നെയാണ്. ചേട്ടൻ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചായിട്ട് നമ്മൾ ജെലാറ്റിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇടയ്ക്ക് കുറച്ച് കസ്കസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം കേക്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്ത് അതിൻ്റെ ഭംഗിയാക്കാം അതൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ രണ്ടാമത്തെ കേക്കും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 കേക്കും കൂടെ ഒരു 10-15 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫുഡ് കളറോടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം റെഡിയാക്കി 2 കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ഈ കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കേക്കിൻ്റെ ബേസിൽ ഇങ്ങനെ ഒരു കളർ ഉള്ളപ്പോൾ നമുക്ക് നല്ലൊരു ഭംഗി കിട്ടും. കേക്ക് കുറച്ചും കൂടെ കളർഫുൾ ആകും. അതിനുവേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു കളർ ചേർക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ കളേഴ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കേക്ക് കാണാൻ. ഇനി നമ്മൾ കേക്ക് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറേ നേരം മാറ്റി വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിലൊരു 3-4 മണിക്കൂർ വെച്ചാൽ തന്നെ നല്ല കറക്റ്റ് സെറ്റായിട്ട് കിട്ടും. അങ്ങനെ അല്ലെങ്കിൽ പുറത്താണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം നമ്മൾ വെക്കേണ്ടി വരും. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറിന് ശേഷം ഞാൻ കേക്ക് രണ്ടും പുറത്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇത് വെള്ളത്തിൽ ഇറക്കി വെക്കണമെങ്കിൽ മാത്രമേ കേക്ക് നമ്മുടെ ഈ ഒരു ട്രേയിൽ നിന്ന് വിട്ട് വരത്തുള്ളൂ. അതിനുശേഷം ഇതുപോലൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്ക് സൈഡൊക്കെ ഒന്ന് വിടിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ മറിച്ചിട്ടിട്ട് നന്നായിട്ട് തട്ടിക്കൊടുത്താൽ കേക്കിങ് പുറത്തേക്ക് വരും. അപ്പം നമ്മുടെ കേക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കേക്ക് കാണാൻ? നല്ല രസമില്ലേ? നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ മറ്റേ കേക്കും എടുത്ത് നോക്കാം. അതേപോലെ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് നമ്മൾ സൈഡൊക്കെ ഒന്ന് വിടിച്ചു കൊടുത്തിട്ട് കമഴ്ത്തിയിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് തട്ടിയാൽ കേക്ക് പുറത്ത് വരും. പക്ഷേ എൻ്റെ ഈ ഒരു കേക്ക് കുറച്ച് ടൈം എടുത്തു പുറത്ത് വരാൻ, വിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് തട്ടിയിട്ടാണെങ്കിലും നമ്മുടെ കേക്ക് ഫൈനലി പുറത്ത് വന്നിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ? എന്ത് ഭംഗിയല്ലേ? നല്ല ഭംഗിയാണ്. നമ്മൾ നേരിട്ട് കാണാൻ കുറച്ചും കൂടി രസമാണ്. അപ്പോൾ ഇതിൽ ഒരു കേക്ക് ഞാൻ മുറിച്ച് കാണിക്കാം. മറ്റേ കേക്ക് ഇപ്പം മുറിക്കുന്നില്ല, ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ഫ്രൂട്ട് ജെല്ലി കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇത് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല രസമാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് കിച്ചൂസ് ക്രിയേഷൻസ്. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾ ഒരു വട്ടമെങ്കിലും വീട്ടിൽ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമാണ്. അതുപോലെ നല്ല നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ബൈ.